നാഗപ്പാട്ട് അഥവാ സർപ്പം തുള്ളൽ കേരളത്തിലെ ഒരു പരമ്പരാഗത കലാരൂപമാണ് നാഗപ്പാട്ട് അഥവാ സർപ്പം തുള്ളൽ എന്ന അനുഷ്ഠാന നൃത്തം. പുള്ളുവർ എന്ന സമുദായക്കാരാണ് സർപ്പക്കാവുകളിൽ നാഗപ്പാട്ട് നടത്തിവരുന്നത്. നാഗാരാധന നടത്തി ജീവിച്ചുകൊള്ളാൻ മഹാവിഷ്ണു വരം കൊടുത്ത സമുദായക്കാരാണ് പുള്ളുവർ എന്നു പറയപ്പെടുന്നു. മഹാദേവൻ ദർഭപ്പുല്ലിൽ നിന്നു സൃഷ്ടിച്ച നാഗങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ കലാരൂപം നാഗക്ഷേത്രങ്ങളിലും സർപ്പക്കാവുകളിലും വീട്ടുമുറ്റത്തും നടത്താറുള്ളത്. പുള്ളോർക്കുടം, വീണ, ഇലത്താളം എന്നിവ ഉപയോഗിച്ചാണ് പുള്ളുവർ നാഗസ്തുതികൾ പാടുന്നത്. ആദ്യകാലങ്ങളിൽ 41 ദിവസം വരെ നീണ്ടുനിന്നിരുന്ന ഈ കലാരൂപം ഇന്ന് 9 ദിവസത്തിനപ്പുറം പോകാറില്ല. മണിപ്പന്തലിൽ വച്ചാണ് നാഗപ്പാട്ട് നടത്തുന്നത്. കുരുത്തോല കൊണ്ട് അലങ്കരിച്ച ഈ മണിപ്പന്തലിനു നടുവിലായി സർപ്പത്തിൻ്റെ കളമെഴുതിയാണ് ഈ കലാരൂപം നടത്തിവരുന്നത്. മണിപ്പന്തൽ ഭംഗി വരുത്തിയ ശേഷം കുരുത്തോലയും 4 ഭാഗത്തായി തൂക്കുവിളക്കും മറ്റു വിളക്കുകളും വച്ചാണ് കളം വരയ്ക്കാൻ ആരംഭിക്കുക. മണിപ്പന്തലിൻ്റെ നടുവിൽ നിന്ന് കൃഷ്ണപ്പൊടി ഉപയോഗിച്ചാണ് കളമെഴുത്ത് ആരംഭിക്കുന്നത്. അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, മഞ്ഞളും ചുണ്ണാമ്പും ചേർന്നുണ്ടാക്കുന്ന ചുവപ്പുപൊടി, ഉമി കരിച്ചുണ്ടാക്കുന്ന ഉമിക്കരി, മഞ്ചാടിയിലകൾ ഉണക്കിപ്പൊടിച്ചുണ്ടാക്കുന്ന പച്ചപ്പൊടി എന്നീ പഞ്ചവർണ്ണപ്പൊടികളാണ് കളമെഴുത്തിന് ഉപയോഗിക്കുന്നത്. ചിരട്ടയാണ് കളമെഴുത്തിനുള്ള പ്രധാന ഉപകരണം. പുള്ളുവ ദമ്പതികളുടെ പാട്ടിനും വാദ്യോപകരണ സംഗീതത്തിനുമൊത്ത് സദസ്യരായ കുടുംബക്കാരുടെ ശരീരത്തിൽ സർപ്പദൈവങ്ങൾ പ്രവേശിക്കുകയും അവർ കളത്തിൽ ഉറഞ്ഞാടുകയും കവുങ്ങിൻ പൂക്കുല കൊണ്ട് കളം മായ്ക്കുകയും ചെയ്യുന്നു. പുള്ളുവൻ്റെ അവകാശമാണ് സർപ്പം എന്നതിൻ്റെ തെളിവാണ് കളമെഴുത്തും പാട്ടും.